ആലപ്പുഴ ബി.ജെ.പി. ഹൈവേ ഹവാല കേസിൽ ഒരാൾ കൂടി പിടിയിൽ. തമിഴ്നാട് സ്വദേശി ഭരതരാജാണ് പിടിയിലായത്. പ്രതി പിടിയിലായത് രാജ്യം വിടാനുള്ള ശ്രമത്തിനിടെ മുംബൈയിൽ വെച്ച്. ഇതോടെ കേസിൽ 6 പേർ പിടിയിലായിരിക്കുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, നേരത്തെ കേസുമായി ബന്ധപ്പെട്ടത് തമിഴ്നാട്ടിലെ 2 ബി.ജെ.പി. നേതാക്കളായിരുന്നു. പിടിയിലായ 5 പേരിൽ ഈ ഭരതരാജിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും അങ്ങനെ തന്നെയാണോ? എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായിട്ടും സിജോ, ഈ കേസിൽ ഇപ്പോൾ പിടിയിലായ പ്രതികളുടെ എണ്ണം 6 ആയിരിക്കുകയാണ്. ഈ കേസിൽ ഇനിയും ഏതാണ്ട് 4-5 പ്രതികൾ കൂടി പിടികൂടാനുണ്ട്. ഇവരൊക്കെ തന്നെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കൊലപാതക കേസിലടക്കം ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. നിലവിൽ പിടിയിലായിരിക്കുന്ന വരരാജ് എന്ന് പറയുന്ന ഈ ക്രിമിനൽ, അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത് ബോംബെയിൽ നിന്നാണ്. ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നും കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. പോലീസ് നേരത്തെ തന്നെ ഈ പ്രതികളൊക്കെ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പഴുതടച്ചുള്ള അന്വേഷണമാണ് നടത്തിയിരുന്നത്. അത് ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ക്വാഡിന്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാര്യം തമിഴ്നാട്ടിൽ ഈ സ്ക്വാഡിന്റെ പ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുംബൈയിൽ നിന്നും പ്രതി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത്. പക്ഷെ അവിടെ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ പ്രതിയെ എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും ആലപ്പുഴയിലേക്ക് എത്തുക. എന്തായാലും ഈ 3.5 കോടി രൂപയുടെ ഹവാല ഇടപാട്, ഇത് ഏത് സാമ്പത്തിക പണം ഇവിടെ നിന്ന് വന്നു, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കണ്ടെയ്നറിൽ 3.5 കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടല്ലേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ? കൂടുതൽ പണം ഉണ്ടായിരുന്നോ? എന്താണ് വിവരം? തീർച്ചയായിട്ടും ഈ 3.5 കോടി മാത്രമാണ് ഈ കണ്ടെയ്നറിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ പണം ഉണ്ടായിരുന്നോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമല്ല. എന്തായാലും 3.5 കോടി തട്ടിപ്പിന്റെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട്ടിലെ 2 ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഇവരൊക്കെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും 5 പ്രതികൾ കൂടി പിടികൂടാനുണ്ട്. അവർക്കായുള്ള അതായത് ഷാജഹാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഇന്നലെ ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡിനെ വെല്ലുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ആലപ്പുഴ ബി.ജെ.പി. കണ്ടെയ്നർ കവർച്ച കേസിലെ പോലീസിന്റെ ഇടപെടലുകൾ. വളരെ വേഗതയിൽ തിരുട്ട് ഗ്രാമത്തിൽ ചെന്ന് 5 പേരെ പിടികൂടുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വിദേശത്തേക്ക് കടക്കാൻ പോയ ആളിനെ പിടികൂടുന്നു. വളരെ ഫാസ്റ്റായിട്ടാണ് പോലീസ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അന്വേഷണവും അതേ രീതിയിൽ തന്നെ ശക്തമായി പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഈ കേസ് തുമ്പില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന ഒരു കേസ് കേരളത്തിൽ നിന്നും, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്നും ജില്ലാ പോലീസ് മേധാവിയുടെ 4 പേരടങ്ങുന്ന സ്ക്വാഡാണ് തമിഴ്നാട്ടിലെ 2-3 ആഴ്ചയിലധികമായി ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. അതിനുശേഷം ഈ ഓരോ ഗ്രാമങ്ങളിലും, തിരുട്ട് ഗ്രാമങ്ങളിൽ ചെന്ന് പ്രതികളെ അവിടെ നിന്നും കൊണ്ടുവരിക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. കാര്യം ഏതാണ്ട് 200-300ഓളം പേര് 4 പേര് വരുന്ന പോലീസ് സംഘത്തെ വളഞ്ഞുകൊണ്ട് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നു. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രതികളുമായിട്ട് ഇപ്പോൾ ഈ കേരള പോലീസിന്റെ ആലപ്പി സ്ക്വാഡ് കേരളത്തിൽ ഈ പ്രതികളെ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ പ്രതികളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇനിയും ഏതാണ്ട് 4-5 പ്രതികൾ കൂടി പിടികൂടാനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതികൾ ബന്ധപ്പെട്ട് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 11-12 പേരോളം ഉണ്ടെന്നാണ്. ഇപ്പോൾ 6 പേരെ പിടികൂടി, ഇനി 5 പേരോ 6 പേരോ എത്ര പേരാണ്? തീർച്ചയായിട്ടും. കാര്യം ഓരോ പ്രതികളെയും പിടികൂടി ചോദ്യം ചെയ്ത് വരുന്നതിനിടയിലാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരിലേക്ക് കൂടി ചെന്നെത്തിച്ചേരുക. അങ്ങനെ വരുമ്പോഴാണ് നിലവിൽ ഇത്രയും പ്രതികൾ. പക്ഷേ ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. പ്രധാന പ്രതികളൊക്കെ തന്നെ ഇപ്പോഴും പോലീസ് പിടിയിലായിട്ടുണ്ട് എന്നുള്ളതും സംശയമാണ്. ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചനയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. നമുക്ക് കിട്ടുന്ന സോഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ള പ്രതിയെയും കൊണ്ട് പോലീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. ശരി, ഏതായാലും ആലപ്പുഴയിലെ ബി.ജെ.പി. ഹൈവേ ഹവാല കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. മുംബൈയിൽ വെച്ചാണ് വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ തമിഴ്നാട് സ്വദേശിയായ ഭരതരാജ് എന്നയാളിനെ പിടികൂടിയിരിക്കുന്നത്. ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് 5-ലേറെ പേരെ പിടികൂടാൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ വിവരങ്ങൾ പങ്കുവച്ചത്.